നമസ്കാരം. നമ്മുടെ ഇന്ന് നടന്ന +2 ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആകെ വളരെ വലിയൊരു വിഷമം തന്നെയാണ് വന്നത്. കുട്ടികളുടെ ആ സമയത്തുള്ള മനോഭാവം അല്ലെങ്കിൽ അവരുടെ ഫേസ് എക്സ്പ്രഷൻസ് വളരെ മോശമായി കാണും. കാരണം വേറൊന്നും കൊണ്ടല്ല, അവരിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് കണ്ടത്. അവർ പല വർഷങ്ങളിലായിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നേക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇതിനുള്ളിൽ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻസിന്റെ എണ്ണം നോക്കിയാൽ അത് വിരലിൽ എണ്ണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതുപോലും അവർക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും വളരെ വലിയൊരു തോൽവി തന്നെയായിരിക്കും ടീച്ചേഴ്സ് ശരിയായിട്ട് നോക്കുവാണെങ്കിൽ. എന്തായാലും ഞാൻ പറയുന്ന കുട്ടികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ മാർക്കിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഇപ്പൊ തോൽവി ജയം നോക്കിക്കൊണ്ട് പബ്ലിക് എക്സാമിനെ കൂടുതൽ വിലയിരുത്തേണ്ടി വരത്തില്ല. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും പബ്ലിക് എക്സാമിന് വരാൻ സാധ്യതയില്ല. വന്നാൽ അത് കുട്ടികളുടെ ഏറ്റവും വലിയൊരു മോശപ്പെട്ട ഒരു അവസ്ഥയാവും എന്ന് മാത്രം ഞാൻ പറയാം. എന്തായാലും അതിന് സർക്കാർ മുതിരില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്നിട്ട് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയപ്പോൾ നിങ്ങൾ തന്നെ അന്തം വിട്ട് കാണും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറിയാവുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി വരുമ്പോൾ അവസാനം വരെ ആകുമ്പോഴത്തേക്ക് തീർന്നു എന്ന് പറഞ്ഞാൽ പല കുട്ടികൾക്കും പല ക്വസ്റ്റ്യനും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന കുട്ടികൾക്ക് പോലും 30 താഴെയൊക്കെ ആവാനാണ് സാധ്യത. തോൽവിയുടെ കാര്യത്തിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ ക്ലാസ്സിൽ ചെന്ന് പേപ്പർ സ്കൂളിൽ തരുമ്പോൾ നോക്കണം. വളരെ വലിയ വിഷമം പിടിച്ച ഒരു സംഭവമായി പോയി. നോക്കി ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ പല ക്വസ്റ്റ്യൻസുകളും നോക്കി അതിനകത്ത് 1 മാർക്കേ ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഇതൊന്നും അറിയാൻ വയ്യാത്ത, പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടല്ല, ഈ ക്രിസ്മസ് എക്സാമിനെ പലരും പഠിച്ച് തീർക്കാതാ പോയേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ പറയത്തില്ലയോ, ഇടിവെട്ടിയതിനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമായി പോയി. ആകെ മോശപ്പെട്ട അവസ്ഥയിലാണ് എല്ലാവരും പോകുന്നത്. സമയം പോലും ഇല്ലായിരുന്നു. 1 ഡേ ഒക്കെ പല കുട്ടികൾക്കും കിട്ടിയിട്ടുള്ളൂ. ഇന്നലെ എക്സാം ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇങ്ങനത്തെ ഒരു മാറ്റം. ഇതിപ്പം ഇട്ട ആളുടെ കഴിവാണോ കാണിച്ചത് അതോ കുട്ടികൾക്ക് കൊടുത്തൊരു പണിയാണോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും ബഹുകേമം തന്നെ ആയിപ്പോയി. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളിപ്പോൾ വീട്ടിൽ ചെന്നിരുന്ന് പലരും നോക്കി കാണും. നോക്കാൻ തോന്നാത്തവരും ഉണ്ട്. നോക്കിയവർക്കൊക്കെ മനസ്സിലാകും ഇത് ഞാൻ എവിടെ പോയി എന്ത് എഴുതി കാണും ഇല്ലേ. വളരെ വിഷമം പിടിച്ച കാര്യമാണ്. നിങ്ങൾക്കിപ്പം 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അവിടെ ആ ഫസ്റ്റ് പാർട്ട് പലരും ചെയ്ത് കാണത്തില്ല. സെക്കൻഡ് പാർട്ട് ബി ട്രാൻസ്പോസിന്റെ എ ട്രാൻസ്പോസ് എന്നുള്ളതാണ്. പക്ഷെ അതും ചെയ്യുമ്പോൾ മിക്കവാറും കുട്ടികൾക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു റോ മെട്രിക്സും കോളമെട്രിക്സും ആണ്. അതുകൊണ്ട് തന്നെ പ്രോബ്ലം. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അത് ചെയ്യാം. പിന്നെ 5ാമത്തേതും മിക്കവാറും ആരും ചെയ്ത് കാണത്തില്ല. കാരണം ടെക്സ്റ്റ് ബുക്കിൽ പോലും ആ ക്വസ്റ്റ്യൻ ഇല്ല. അതിന്റെ 2ാമത്തെ പാർട്ടും ടെക്സ്റ്റ് ബുക്കിലില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് വന്ന് കുട്ടികളെ എന്ത് പേടിപ്പെടുത്തുന്നതാണോ ഉദ്ദേശിച്ചത്, അതോ കുട്ടികൾ ഇനി ഇങ്ങനെയൊക്കെയാണോ പഠിക്കേണ്ടത് പരീക്ഷയ്ക്ക് വേണ്ടി എന്നുള്ളത് എനിക്ക് തോന്നുന്നു സർക്കാർ വ്യക്തമാക്കേണ്ട ആവശ്യമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് തന്നെ വ്യക്തമാക്കണം. കാരണം ഇങ്ങനെ ആണ് വരുന്നെങ്കിൽ കുട്ടികളെല്ലാം ഫെയിലാവും. അല്ലെങ്കിൽ അതിനുള്ള ഇൻഡിക്കേഷൻ കൊടുക്കണം. ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, നിങ്ങൾ അതിനനുസരിച്ച് തയ്യാറാവണമെന്ന്. ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ് ഇല്ലാത്ത രീതിയിൽ കൂടെ വരുന്ന ആ സമയത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഇനി 6ാമത്തെ ക്വസ്റ്റ്യന് സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസ്, അത് പിന്നെ അതും സാധ്യതയില്ല, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഡയറക്റ്റ് ഇല്ല. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രേഷൻ ആരുമേ നോക്കി കാണത്തില്ല. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസുകളൊന്നും ചെയ്ത് കാണത്തില്ല. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പുതിയ ക്വസ്റ്റ്യൻസുകളാണ്. ഞാൻ നോക്കിയത് പുതിയ ക്വസ്റ്റ്യൻ ഒരിക്കലും എല്ലാ കുട്ടികൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും നന്നായിട്ട് പഠിക്കുന്നവർക്കേ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതെല്ലാം പുതിയ ക്വസ്റ്റ്യനാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ അതും മോഡുലസിന്റെ ക്വസ്റ്റ്യൻ. പിന്നെ പിന്നുള്ളത് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ x-1 e⁻x+1 ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. അത് കണ്ടു കഴിഞ്ഞാൽ പോലും ആർക്കുമേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പിന്നെ ഫൈൻഡ് ദ ഇന്റർവെൽസ്, അതും ചോദിച്ചിരുന്നത് sin x + cos x ആണ്. അതും ആരുമേ ചെയ്ത് പ്രാക്ടീസ് ഇല്ലാത്തതാണ്. പിന്നെ 11ാമത്തെ കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അതുമേ അത് ഏറെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതും ആരും ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യന് ഡ്രോ ദ റഫ് സ്കെച്ച് ഓഫ് ദ y² = 16 - x². സർക്കിളിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് കണ്ടവര് തിരിച്ചറിഞ്ഞു പോലും കാണാൻ സാധ്യതയില്ല. പിന്നെ ഹെൻസ് ഫൈൻഡ് ഏരിയ, അതും ആരും ചെയ്യാൻ സാധ്യത. നോക്കിക്കേ, ഞാനിപ്പോ ചെയ്യാൻ ഈസി എന്ന് പറഞ്ഞ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇതുവരെ വന്നിട്ടില്ല. 13ാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പക്ഷെ അതും പഠിച്ചു കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. 14 ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്.
പിന്നെ 15 നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോലും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ല. 15ാമത്തെ ക്വസ്റ്റ്യൻ ABC 3 പോയിന്റ്സ് ആണ്. അതും ആരുമേ പ്രാക്ടീസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫൈൻഡ് ദ ആംഗിൾ CAB, ഫൈൻഡ് ദ പ്രൊജക്ഷൻ. ആ പ്രൊജക്ഷനൊക്കെ കണ്ടുപിടിച്ചവർ എത്ര പേര് കാണും? ഡയറക്റ്റ് പ്രൊജക്ഷൻ പോലും അറിയാൻ വയ്യാത്തല്ല പല കുട്ടികളും. അതിൻ്റെ അകത്താണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പ്രൊജക്ഷൻ വന്നേക്കുന്നത്. 16ാമത്തേത് പാരലാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് 1 മാർക്കേ ഉള്ളൂ. നെക്സ്റ്റ് ഫൈൻഡ് ദ വെക്ടർ ഇക്വേഷൻ ലൈൻ പാസിംഗ് ത്രൂ ഇംഗ്ലണ്ട്. ഇതൊക്കെ ആര് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത്. അപ്പൊ എന്തായാലും ഈ കുട്ടികളോട് ചെയ്തത് ഇത് വലിയൊരു തെറ്റായി പോയി. കുട്ടികളുടെ ഭാഗത്തു നിന്നും വളരെ വിഷമം പിടിച്ച ഒരു സംഭവമായി പോയി ഇത്. കാരണം ഇങ്ങനെയൊന്നും അവർ പ്രതീക്ഷിച്ചുകൊണ്ടല്ല പോയത്. എന്തെങ്കിലുമൊക്കെ എഴുതാം, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതൊന്നുമേ പഠിക്കാതെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയ ഒരു കുട്ടിക്ക് പോലും അവിടെ ഇരുന്നുകൊണ്ട് കരയാനോ അല്ലെങ്കിൽ വിഷമിക്കാനോ ഉള്ള ഇരിക്കാനുള്ള സമയമുള്ളൂ. പിന്നെ പഠിച്ചിട്ടില്ലാത്തവർ, അറിയാൻ വയ്യാത്തവരുടെ അവസ്ഥ എന്താവും എന്നുള്ളത് പറയണോ? 17ാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടും കേട്ടോ. പക്ഷെ അത് ഇന്റഗ്രേഷൻ ആണ്. ഈ ഇന്റഗ്രേഷൻ ഡയറക്റ്റ് വന്നാൽ പോലും ആർക്കുമേ ചെയ്യാൻ എത്ര എളുപ്പമല്ല. 18ാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് രണ്ടും. അതൊക്കെ ചെയ്യാനൊക്കെ അത്ര ഈസി ഒന്നും അല്ല കേട്ടോ. 19ഉം 20ഉം 20ാമത്തെ ക്വസ്റ്റ്യൻ രണ്ടും ചെയ്യാൻ പറ്റും. പക്ഷെ 19ാമത്തെ ക്വസ്റ്റ്യന് ഒരെണ്ണമൊക്കെ ചെയ്യാൻ വേണേ പറ്റിയേക്കും. പക്ഷെ അതൊന്നും ആരും ചെയ്ത് കാണാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ മാർക്ക് ഇനി നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. എന്താകും എന്നുള്ളത് അത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്തായാലും കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട് ഒന്നുമേ എഴുതിയിട്ടില്ലെന്ന്. എന്തായാലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പബ്ലിക് എക്സാമിന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. വന്നു കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടും. അതൊരിക്കലും സംഭവിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും നിങ്ങൾ കരുതിയിരിക്കുക. കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട സ്ഥിതിക്ക് ഈ ആള് തന്നെയാണ് ഇനിയും പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ ഇടുന്നെങ്കിൽ അതൊരു വലിയ പണിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എക്സാം വരെ ഉണ്ടാവും. അടിപൊളിയായിട്ടുള്ള മാത്സ് ക്ലാസ്സുകൾ ഇതേപോലത്തെ പുതിയ ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും ഗുഡ് ബൈ.